കോട്ടയം ഏറ്റുമാനൂരിൽ വീട്ടമ്മയും പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയതാണ്. ഭർത്താവിന്റെ ക്രൂരതയിൽ മനം നൊന്തായിരുന്നു കൂട്ടാത്മഹത്യ. നേഴ്സായ ഷൈനിയെ വിവാഹം കഴിച്ചത് വീട്ടുജോലിക്കെന്ന് തോന്നും വിധം പണിയെടുപ്പിച്ചു. ഭർത്താവിന്റെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ 9 മാസം മുൻപ് 2 പെൺമക്കളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോന്നതാണ്. പിന്നീട് 3 പേരും ചേർന്ന് ജീവനൊടുക്കുകയായിരുന്നു. കേസിൽ ഭർത്താവ് നോബി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷൈനി മക്കളായ അലീന, ഇവാന എന്നിവരെ കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അന്ന് തന്നെ ഷൈനിയുടെ കുടുംബം ഭർത്താവ് നോബിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നോബിയുടെ ക്രൂര പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യ എന്നായിരുന്നു ആരോപണം. ഇത് ശരിവെക്കുന്നതാണ് പോലീസ് നടപടി. നോബിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ശേഷം ഏറ്റുമാനൂർ പോലീസ് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. നോബി ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് 9 മാസം മുൻപാണ് 2 പെൺമക്കളുമായി ഷൈനി തൊടുപുഴയിലെ നോബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. തുടർന്ന് ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസം. ഇതിനുശേഷം ഫോൺ വഴി ഉൾപ്പെടെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ആത്മഹത്യയ്ക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലും നോബി ഏറ്റുമാനൂരിലെത്തിയിരുന്നതായി വിവരമുണ്ട്. ഇവരുടെ ഫോണുകളിൽ നടത്തിയ പരിശോധനയിലും നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. ന്യൂസ് 18 കോട്ടയം.